ബെക്ക സ്പോർട്സിന്റെ അടുത്ത ഡോക്യുമെന്ററി സീരീസ് വരുന്നത് കരിയർ ഇൻ സ്പോർട്സ് ആണ്. നമുക്ക് സ്പോർട്സിൽ ഏതൊക്കെ കരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരം സ്പോർട്സ് പ്രൊഫഷണൽസ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയുന്നു. നമുക്ക് ഒരു സ്പോർട്സ് പ്ലെയർ ആവാം, സ്പോർട്സ് കോച്ച് ആവാം. അതിനെക്കാട്ടിക്ക് വേറെ ഒരുപാട് ഫീൽഡുകളുണ്ട്. സ്പോർട്സ് സൈക്കോളജി, സ്പോർട്സ് ഫിസിയോളജി, സ്പോർട്സ് ബയോമെക്കാനിക്സ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച്, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ സ്പോർട്സിൽ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡില് സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു മേഖലയിലാണ് പരിചയപ്പെടുത്തുന്നത്. ബേസിക്കലി ഞാനൊരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആണ്. സ്പോർട്സ് സൈക്കോളജി എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളത്, സ്പോർട്സ് പ്ലേയേഴ്സിനുണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ, ഇങ്ങനെ രണ്ട് മേഖലയിലാണ് സ്പോർട്സിൽ ഇത് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്. സോ ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആ സ്പോർട്സ് കാരണം, അല്ലെങ്കിൽ ആ സ്പോർട്സ് ലൈഫ് ഫോളോ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഏതെങ്കിലും പ്രോബ്ലംസിനെ നമ്മൾ അഡ്രസ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. പിന്നീട് വരുന്നത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മേഖലയിലാണ്. സോ ലൈക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് അയാളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല, മെന്റൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അയാളുടെ പെർഫോമൻസിന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സോ മെന്റൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ആ മേഖലയിൽ അയാൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആക്ച്വലി അയാളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അത് മറ്റൊരു മേഖലയാണ്. പിന്നീട് എന്താണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഉള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ഇതിന്റെ ഒരു റിസർച്ച് സൈഡ് കൂടി നമുക്കുണ്ട്. അതായത് സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ഫിനോമിനലിൽ റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ടീച്ചിങ് ആണ്. അതായത് സ്പോർട്സ് സൈക്കോളജി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഏരിയ കൂടി നമുക്കുണ്ട്. സോ ഇങ്ങനെ 4 ഏരിയാസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതൊന്ന് ക്ലിനിക്കൽ ആയിട്ടുള്ള സ്പോർട്സ് സൈക്കോളജി മേഖല, പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഏരിയ, പിന്നീട് വരുന്നത് റിസർച്ച്, 4ാമത് വരുന്നത് ടീച്ചിങ്. ഇങ്ങനെ 4 മേഖലയാണ് സ്പോർട്സ് സൈക്കോളജിയിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 ഏരിയാസ് ആണ് ഇത് പറയുന്നത്. പിന്നീട് സ്പോർട്സ് സൈക്കോളജി നമുക്ക് എവിടെയൊക്കെ പഠിക്കാന്നുള്ളത്, ഡിപ്ലോമ കോഴ്സുകളുണ്ട് സ്പോർട്സ് സൈക്കോളജിയുടെ. പക്ഷെ ഞാൻ ഒരിക്കലും ഡിപ്ലോമ കോഴ്സുകൾ പ്രിഫർ ചെയ്യില്ല. സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആവാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള, ജെന്യുവൻ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പോർട്സ് സൈക്കോളജിയിൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാന്നുള്ളതാണ്. അതിന് നമുക്കുള്ള ഓപ്ഷൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, നാണക് യൂണിവേഴ്സിറ്റി, തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. എന്റെ അറിവിൽ ഇങ്ങനെ 4 കോളേജിലാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത്. 4 കോളേജിലും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്. സായി ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റു പല യൂണിവേഴ്സിറ്റികളും ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് വരുന്ന ആൾക്കാരെല്ലാവരും PG കോഴ്സ് ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ല ഈ മേഖലയെ പറ്റി ചെറിയൊരു എക്സ്പോഷർ കിട്ടുക, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു കോച്ചാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്, അവർക്ക് ഇതിലൊരു നോളജ് കിട്ടാനാണെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ഓക്കെയാണ്. പക്ഷെ സ്പോർട്സ് സൈക്കോളജി കരിയർ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സ്പോർട്സ് സൈക്കോളജിയിൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സൈക്കോളജി, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്പോർട്സ് സൈക്കോളജി അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഒരു കരിയർ ഓപ്ഷൻ. സോ സ്പോർട്സിലുള്ള ഒരു ഏരിയ ആണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കരിയർ ഓപ്ഷൻ, സ്പോർട്സിലെ മറ്റൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് നമുക്ക്